ഇന്ന് കറി വെക്കാനായിട്ട് ആകെ പരിപ്പ് മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ ഞാൻ പരിപ്പേറി വെക്കാന്ന് വിചാരിച്ച് പരിപ്പൊക്കെ ഒന്ന് കഴുകി എടുക്കുകയാണ്. അപ്പൊ ഇന്ന് ഉച്ചക്കത്തേക്ക് പരിപ്പേറി മുട്ട വറുത്ത് ചമ്മന്തിയൊക്കെ കൂട്ടി തട്ടിക്കൂട്ടി എടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ പരിപ്പൊക്കെ കഴുകി എടുത്ത് അതിനകത്തേക്ക് ഒരു തക്കാളി ഞാൻ അരിഞ്ഞിടുന്നുണ്ട്. സാധാരണ പകുതി തക്കാളിയാണ് എടുക്കാറുള്ളൂ. ഇന്ന് എന്തായാലും ഒരു തക്കാളി ഞങ്ങൾ അരിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ പച്ചമുളകും കൂടി കീറി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു സവാളയുടെ പകുതിയും കൂടെ അരിഞ്ഞിട്ടായിരുന്നു ഞാൻ. പിന്നെ പരിപ്പിലേക്ക് ആവശ്യത്തിന് വേണ്ടി വെള്ളം കൂടെ വെച്ച് നേരെ വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചത് അപ്പത്തേക്കും ഇക്ക വന്നിട്ടുണ്ട്. ഇക്കൊന്ന് പുറത്ത് പോയതായിരുന്നു. പുറത്ത് പോയിട്ട് വന്നപ്പോഴത്തേക്കും കുറച്ച് മീനൊക്കെ ആയിട്ടാണ് വന്നത്. എന്തായാലും മുട്ട വറുത്തത് ക്യാൻസൽ ചെയ്തിട്ട് ആ സ്ഥാനത്ത് നമുക്ക് മീൻ വറുത്തതാക്കാം. ഇന്നെന്തായാലും മീൻകറി വെക്കുന്നില്ല, കാരണം ഓൾറെഡി പരിപ്പേറി വെച്ചല്ലോ. അങ്ങനെ മീനൊക്കെ നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന് ആവശ്യത്തിന് വേണ്ട മീനൊക്കെ മാറ്റി വെച്ചിട്ട് അങ്ങനെ തന്നെ ബാക്കിയുള്ളത് ഫ്രീസറിലേക്ക് കയറ്റി വറക്കാനായിട്ടുള്ള ഒരു 4 പീസ് മാത്രമേ ഞാൻ എടുത്തോളൂ. ബാക്കിയൊക്കെ അതുപോലെ തന്നെ കുറച്ച് വെള്ളം വെച്ച് ഫ്രീസറിലേക്ക് കയറ്റി വെച്ചു. അങ്ങനെ വറക്കാനുള്ള പീസിലേക്ക് മസാലകളൊക്കെ ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൽ മസാലയൊക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഞാൻ കുറച്ച് നേരം ഫ്രീസറിൽ വെച്ചായിരുന്നു. അപ്പോഴത്തേക്കും നല്ലപോലെ മസാല അതിനകത്തേക്ക് പിടിക്കും. പിന്നെ തലേന്ന് തന്നെ റൈസ് കുക്കറിൽ അരിയൊക്കെ തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചോറൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. അതിനകത്ത് ഞാൻ വെള്ളം ഇങ്ങനെ ഊറ്റിക്കളഞ്ഞിട്ട് ഞാൻ അത് കമത്തി ഇടാറ്. ഇതൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും പരിപ്പൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പരിപ്പേറി തളിച്ചും കൂടി എടുത്ത് ഞാൻ സവാളയാണ് ഇന്നത്തെ ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുത്തത്. കാരണം ചെറിയുള്ളി നന്നാക്കാനുള്ള മടി കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതൊക്കെ തെറ്റിപ്പോകുന്നുണ്ട് എന്നാന്ന് പറഞ്ഞുകൂടെ. അങ്ങനെ അതൊക്കെ താളിച്ചത് അതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പരിപ്പേറി റെഡിയായി.